നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഇനിയെങ്കിലും മാറ്റിയെടുക്കേണ്ട ചില കാഴ്ചപ്പാടുകൾ. അതായത് ഒരു ഭർത്താവ് മരിച്ച, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞോ അങ്ങനെയുള്ള ദാമ്പത്യ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുന്നവർ. ഇവരെപ്പോഴും ദുഃഖിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു തീർക്കണം അവരുടെ ജീവിതം. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. കാരണം ഞാൻ അറിഞ്ഞ് ചിരിച്ചപ്പോൾ, ഞാൻ സന്തോഷിച്ചപ്പോൾ ഒരുപാട് പേരെന്നെ കുറ്റം പറയാനുണ്ടായിരുന്നു. ഡിവോഴ്സ് കേസ് നടക്കുന്നതിൻ്റെ ഇടയിലും നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്, നീ ഇതിൽ ഭയങ്കര ഹാപ്പി അല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് എത്രയ്ക്ക് വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും ആ ഒരു സമയം അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജീവിതത്തിലൊരു വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഒരു വേദന തന്നെയാണ്. ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളിങ്ങനെ കുത്തി നോക്കുന്നത്. എന്നാൽ എനിക്ക് അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പ്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഒരുപാട് പേര് കട്ട സപ്പോർട്ടായി കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അനുഭവങ്ങളുള്ള ചിലരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾക്ക് പരിചയത്തിലോ ഉണ്ടാവും. അവരെ ഒറ്റപ്പെടുത്തല്ല വേണ്ടേ, അവരെ ചേർത്ത് പിടിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ ചുണ്ടിലെ ചിരി എന്നും നിലനിർത്തണം. ആ സമയത്ത് ഞാൻ ശരിക്കും ഡിവോഴ്സ് കേസിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയില്ലായിരുന്നു. ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാനൊന്ന് തകർന്നു പോയാൽ, എൻ്റെ ചുണ്ടിലെ പുഞ്ചിരി ഇല്ലാതായാൽ ചിരി മായുന്ന ഒരുപാട് മുഖങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഞാൻ കരയുമ്പോൾ എന്തിനാ അമ്മയെ കരയുന്നതെന്ന് പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മകൾ തരാൻ എൻ്റെ മോളുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവരുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്നത്, നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയത്. അപ്പം ഇങ്ങനെ ഡിവോഴ്സ് കേസും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയിട്ടുമായിട്ട് നിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും തളരരുത്. എപ്പോഴും ഒരു ജീവിതമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. ദൈവം തന്ന ഈ ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുക. ഇനി ഇതിപ്പം എൻ്റെ കേസിൽ എനിക്ക് രണ്ടാമതൊരു കല്യാണം കഴിച്ചു, ഒരു നല്ല ജീവിതം കിട്ടി. പക്ഷേ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാതെ ജീവിക്കുന്നവരുണ്ടാവും. അവരോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്, നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ ശരിയാണെങ്കിൽ മറ്റെവിടെ നിന്ന് കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകളും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല. ശരിയായ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പം ഇത് ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ കൂടെ സപ്പോർട്ടായി നിൽക്കുക. അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടാണ് ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റൊരു അപകടമോ ഒന്നുമില്ലാതെ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് എന്നെ നയിച്ചത്. അങ്ങനെയുള്ള ഡിവോഴ്സും കേസുകളും ഒന്നും ഒരിക്കലും എവിടെയും നടക്കാതിരിക്കട്ടെ. പക്ഷേ ഒരുമിച്ച് പോകാൻ പറ്റാത്ത സമയത്ത് അത് വേർപിരിഞ്ഞ് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്.